പീരുമേട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബൂത്ത് തലം വരെയുള്ള കമ്മിറ്റികളെല്ലാം രൂപീകരിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ രൂപം നൽകിയിട്ടുണ്ട്. മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് 4 ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന വികസന സന്ദേശ യാത്ര ഇടതുപക്ഷ മുന്നണി എന്ന നിലയിൽ ഞങ്ങളവിടെ സംഘടിപ്പിച്ചുകൊണ്ട് വിജുമോളുടെ കാലത്തെ 15 വർഷക്കാലത്തിൻ്റെ തുടർച്ചയെന്ന വണ്ണം വാഴൂർ സോമൻ 4.5 വർഷക്കാലം MLA ആയിരുന്നു കൊണ്ട് മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഏകദേശം 1100 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയ കാര്യങ്ങളെ സംബന്ധിച്ച് ജനങ്ങളോട് ഞങ്ങൾ പറയുകയുണ്ടായി. വികസനത്തിനും വികസന തുടർച്ചയ്ക്കും വേണ്ടി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ജനക്ഷേമ പദ്ധതികൾ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാനും കൂടുതൽ ജനങ്ങൾക്ക് അത് എത്തുവാനും വേണ്ടിയിട്ടുള്ള നടപടി ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വികസന തുടർച്ചയ്ക്ക് വേണ്ടിയും ജനക്ഷേമ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഗവൺമെൻറ്റിന് വിശേഷിച്ചും ടൂറിസം മേഖലയിലടക്കം വലിയ മാറ്റങ്ങൾ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്ന പീരുമേട്ടിൽ ഇടതുപക്ഷത്തിന് അവിടുത്തെ ജനങ്ങൾ പിന്തുണയ്ക്കും. നല്ല ഭൂരിപക്ഷത്തോടുകൂടി അവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് തന്നെയാണ്. തോട്ടം തൊഴിലാളികളുടെ എന്നും ജീവിത പ്രശ്നങ്ങളിൽ അവരോടൊപ്പം നിൽക്കുന്നത് ഇടതുപക്ഷമാണ്, ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകളാണ്. അവരുടെ ഇപ്പോഴുള്ള വിഷയങ്ങളിലും അവരുടെ ചേർത്ത് പിടിച്ചുകൊണ്ട് പരിഹാരമുണ്ടാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും ഇടതുപക്ഷ ഗവൺമെൻറ് തന്നെയാണ്. ചില തോട്ടങ്ങൾ അടഞ്ഞു കിടക്കുന്നു എന്ന് പറയുന്നത് കോടതി സംബന്ധമുള്ള വ്യവഹാരങ്ങൾ നിലനിൽക്കുന്നതിൻ്റെ പ്രശ്നങ്ങളും ചില തടസ്സങ്ങളുണ്ട് തുറക്കുന്നതിന്. എങ്കിൽ പോലും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, തോട്ടം തൊഴിലാളികൾ അവരുടെ താമസ മേഖലയിലെ ലയങ്ങൾ നവീകരിക്കുവാൻ വേണ്ടി 20 കോടി രൂപ ഗവൺമെൻറ് അനുവദിച്ചു. ലയങ്ങളുടെ നവീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തോട്ടം തൊഴിലാളികളുടെ ശമ്പള പരിഷ്കരണ കാലാവധി കഴിഞ്ഞത് ഗവൺമെൻറ് മുൻകൈ എടുത്ത് തോട്ട ഉടമകളുമായി ചർച്ച ചെയ്ത് അവർക്ക് 48 രൂപയുടെ ശമ്പള വർധനവ് ഇപ്പോൾ നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ആ അർത്ഥത്തിലെടുക്കുമ്പോൾ തോട്ടം തൊഴിലാളികളെ ചേർത്ത് പിടിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്, മുന്നണിയാണ് കേരളത്തിലെ ഗവൺമെൻറ്റും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും. തോട്ടം തൊഴിലാളികൾക്ക് വീട്, അവർക്ക് ഭൂമി എന്ന ഒരു മുദ്രാവാക്യം നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളും ഇപ്പോൾ നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി എന്ന് പറയുന്ന പരാജയം താഴെത്തട്ടിൽ വരെ പരിശോധിക്കുകയും അത് മുറിച്ചു കടക്കുവാൻ വേണ്ടിയിട്ടുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ ഇടതുപക്ഷ മുന്നണി എന്ന നിലയിൽ നടത്തിയിട്ടുണ്ട്. അത് ഞങ്ങൾ ഒട്ടും ആശങ്കപ്പെടുത്തുന്ന പരാജയമായി ഞങ്ങളതിനെ കാണുന്നില്ല.